ഗ്രോഗ്രാഫ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പലരും നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലേ? നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോഗ്രാം ആയിക്കോട്ടെ, ഇതിനൊക്കെ അത്യാവശ്യമായിട്ട് പോസ്റ്റേഴ്സ് അത്യാവശ്യമാണ്. പലരോടും നമ്മൾ പുറകെ നടക്കാറുണ്ട്, എനിക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് തരുമോ, അല്ലെങ്കിൽ അത് ചെയ്ത് തരുമോ. അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റർ ആയിക്കോട്ടെ, ഡിജിറ്റൽ മാർക്കറ്റർ ഒരു ജോലിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് അവരുടെ CV-യിൽ ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഒരു തംബ്നെയിൽ ചെയ്യാനും, അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ജോലി ലഭിക്കുന്നതിന് സാധ്യതകൾ വളരെ അധികമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഡിസൈനർ ആകുമ്പോൾ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ബേസിക് ആയിട്ട് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാനും, അല്ലെങ്കിൽ പോസ്റ്ററുകളായിക്കോട്ടെ, തംബ്നെയിൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിക്കോട്ടെ, PPTs ഉണ്ടാക്കാനായിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ക്യാൻവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വെൽക്കം ടു ഗ്രോഗ്രാഫ്സ് ഡിജിറ്റൽ അക്കാഡമി. എന്താണ് ക്യാൻവ? ക്യാൻവ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ ക്യാൻവയുടെ യൂസർ ഇൻ്റർഫേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ www.canva.com എന്ന് പറഞ്ഞ ആ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലെ വെബ്സൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ, ആ വെബ്സൈറ്റിലോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് ക്യാൻവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ, ഒരുപാട് പോസ്റ്റേഴ്സ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്, ആ ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനും, അത് മാത്രമല്ല നമുക്ക് ഒരു ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അത്രമാത്രം കമ്പ്യൂട്ടർ നോളജ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും, മൊബൈലിലാണെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ വെബ്സൈറ്റ് ആണ് ക്യാൻവ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻവ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് പോസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും, വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ PPTs ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് സാധ്യത, അതിൻ്റെ ടോപ്പ് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പോസ്റ്റേഴ്സ് നമുക്ക് ഡിസൈനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ പഠനത്തിൻ്റെ ആരംഭമായിട്ട് നമുക്കതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഒക്കെ നോക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ലഭിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്യാൻവയിലോട്ട് നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് www.canva.com എന്നൊക്കെ മനസ്സിലുണ്ട്. ഇതാണ് അതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. മേളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഡിസൈൻ, സ്പോട്ട്ലൈറ്റ്സ്, ബിസിനസ്, എഡ്യൂക്കേഷൻസ്, ഇത് നമുക്ക് ആർക്കൊക്കെയാണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ടെക്നോളജി കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്ന ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ലോഗിൻ ഐ ഡി കാണാൻ സാധിക്കുന്നുണ്ട്, സൈനപ്പ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്ന ഡോക്സ്, അതിനകത്തൊരു ഡോക്സ് ചെയ്യുന്നുണ്ട്, വൈറ്റ് ബോർഡ്സ് ഉണ്ട്, പ്രസൻറ്റേഷൻസ് ഉണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്, വീഡിയോസ് ഉണ്ട്, നമുക്ക് പ്രിൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനം, വെബ്സൈറ്റ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ഇൻസ്റ്റാഗ്രാം പോസ്റ്റേഴ്സ്, ബ്രൗഷേഴ്സ്, ഫോട്ടോ എഡിറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്തെടുക്കാനായിട്ട് സാധിക്കും, ഈ ഒരു ക്യാൻവ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയായിട്ട് അപ്പോൾ ക്യാൻവയെ പറ്റി നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ക്യാൻവ എന്താണ്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആണ്. നമുക്ക് മൊബൈലിലൂടെ ആയിക്കോട്ടെ, വെബ്സൈറ്റിലൂടെ ആയിക്കോട്ടെ, നമുക്ക് ഇത് ഉപയോഗിക്കാനും അത് എഡിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരു വെബ്സൈറ്റ് മുഖാന്തരം നമുക്ക് ആദ്യം ചെയ്യാം, അതിനുശേഷം നമുക്ക് അതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് മൊബൈലിലായിക്കോട്ടെ, കമ്പ്യൂട്ടറിലായിക്കോട്ടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആദ്യം ക്രോം ഉപയോഗിക്കാം. ക്രോം എടുത്തതിന് ശേഷം ഈ www.canva.com അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റിലായിട്ടാണ് വരാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു യൂസർ ഇൻ്റർഫേസ് ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സ്റ്റാർട്ട് ഡിസൈൻ ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എന്തിനൊക്കെയാണ് നമുക്ക് ഈ ക്യാൻവ സോഫ്റ്റ്വെയർസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഡോക്സ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് വേർഡ് പോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ക്യാൻവയിലൊക്കെ. നമുക്കൊരു വൈറ്റ് ബോർഡ് പ്രസൻറ്റേഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് വൈറ്റ് ബോർഡായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരുപാട് ടെക്നോളജീസ് കാര്യങ്ങൾ അതിൻ്റെ നമുക്ക് അകത്തോട്ട് ഓരോ സെഷനായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. പ്രസൻറ്റേഷൻസ്, PPTs നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ടുള്ള ആനിമേഷൻസും ടെക്സ്റ്റും ഒക്കെ നമുക്ക് ഇച്ചിരി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പ്രസൻറ്റേഷൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോസ്, നമുക്ക് പ്രിൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫ്ലയേഴ്സ് കാര്യങ്ങളൊക്കെ, വെബ്സൈറ്റിന് ആവശ്യമായിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻസ്റ്റാഗ്രാം, ബ്രൗഷേഴ്സ്, ഫോട്ടോ എഡിറ്ററായിട്ട് പോലും നമുക്ക് ഈ ക്യാൻവയെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കേവലം ഒരു ജസ്റ്റ് ഒരു
ടെംപ്ലേറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല ക്യാൻവ എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സാധ്യതകൾ, ഒരുപാട് ടെക്നോളജീസ് അല്ലെങ്കിൽ ഒരുപാട് AI ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പോസ്റ്റേഴ്സ് മനോഹരമാക്കാനും അല്ലെങ്കിൽ വീഡിയോസ് മനോഹരമാക്കാനും സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങോട്ട് താഴോട്ട് ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രോ വേരിയൻറ്റും ഉണ്ട്, ക്യാൻവ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കുന്നുണ്ട്. കുറച്ച് AI ടൂൾസ് ഒക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ അങ്ങനത്തെ കുറേ ടൂൾസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണം അല്ല, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഫ്രീ ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫ്രീ സബ്സ്ക്രിപ്ഷനിലൂടെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ക്യാൻവ ഫ്രീ ഉണ്ട്, ക്യാൻവ പ്രോ ഉണ്ട്, ക്യാൻവ ടീം നിങ്ങളൊരു കമ്പനി നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്യാൻവ എൻ്റർപ്രൈസസ് ഉണ്ട്. നമുക്ക് ഒരുപാട് രീതിയിൽ ഒരുപാട് ടെക്നോളജീസിനെ പറ്റിയൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ഡിസൈനിങ് തുടങ്ങാം. അങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് എന്താണ് ലോഗിൻ ഐഡിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. എൻ്റെ ഓൾറെഡി ഇത് ക്യാൻവ പ്രീമിയം ആയതുകൊണ്ട്, എൻ്റെ പ്രൈം ആയതുകൊണ്ട് ഞാൻ എൻ്റെ ജസ്റ്റ് വേറൊരു രീതിയിലുള്ള ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഉപയോഗിച്ച് നമുക്ക് ക്യാൻവ ലോഗിൻ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ക്യാൻവ ലോഗിൻ ഐ ഡി ലോഗിൻ ചെയ്യുകയാണ്. നമ്മുടെ മെയിൽ ഐ ഡിയും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അടിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് വരുന്ന യൂസർ ഇൻ്റർഫേസ് ഇതാണ്. അപ്പോൾ ഈ യൂസർ ഇൻ്റർഫേസ് വരുമ്പോൾ നമുക്ക് ചോദിക്കുകയാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു നോൺ പ്രോഫിറ്റ് ഓർ ചാരിറ്റി കാര്യങ്ങൾക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചറാണോ, സ്റ്റുഡൻ്റ് ആണോ, ലാർജ് കമ്പനിയാണോ, സ്മോൾ ബിസിനസ് ആണോ, പേഴ്സണൽ ആണോ, നമ്മൾ ഏത് കാറ്റഗറി ആണോ അതിനനുസരിച്ച് നമ്മളെ കസ്റ്റമൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മൾ കാറ്റഗറി തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിനനുസരിച്ചുള്ള ടെംപ്ലേറ്റ്സ് ഒക്കെ നമുക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഒരു നോൺ പ്രോഫിറ്റ് ടീച്ചർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേഴ്സൺ എടുക്കാറ്. അപ്പോൾ സ്കൂളിൽ ആൾക്കാരും പേഴ്സണൽ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ക്യാൻവ പ്രോയിലോട്ട് മാറണമെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം വേണ്ട, നമുക്ക് ജസ്റ്റ് നമുക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് ക്യാൻവ പ്രോയിലോട്ടൊക്കെ വരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു യൂസർ ഇൻ്റർഫേസിലായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ഒരു രീതിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ക്യാൻവ ഹോം ഇമേജിലായിട്ടാണ് വരുന്നത്. ന്യൂ ഡിസൈൻ ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ ഒന്ന് പരിചയപ്പെടാം എന്താണ് സംഭവം എന്നുള്ളത്. ആദ്യം ക്യാൻവ ഹോമിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മൂന്നാല് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോഗ്സ് മുമ്പേ പറഞ്ഞതുപോലെ ഡോഗ്സ് കാണാം. ഇവിടെ ഏറ്റവും ഈ സൈഡിൽ കാണുന്ന കുറച്ച് ടാബിൽ കാണുന്ന കുറച്ച് സാധനങ്ങൾ നമുക്ക് നോക്കാം. ഹോം, പ്രൊജക്ട്സ്, ടെംപ്ലേറ്റ്സ്, ബ്രാൻഡ്, ആപ്സ്, കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഹോമിൽ വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഡിസൈൻ ചെയ്ത കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഡോഗ്സ്, വൈറ്റ് ബോർഡ്സ്, പ്രസൻറ്റേഷൻ, സോഷ്യൽ മീഡിയ, വീഡിയോ, പ്രിൻ്റ്, വെബ്സൈറ്റ്, കസ്റ്റം സൈസ്, അപ്ലോഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ നമ്മളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയത് ഹാപ്പി ന്യൂ ഇയർ എന്ന് അല്ലെങ്കിൽ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്ററാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പോസ്റ്റേഴ്സ് ഒരുപാട് നമുക്ക് ഹാപ്പി ക്രിസ്മസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റേഴ്സ് നമുക്ക് ലഭിക്കുകയുണ്ടാവും അല്ലേ. ഇപ്പം രണ്ട് രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. ഈ പ്രോ നമുക്ക് ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഇത് പ്രോ വേരിയൻറ്റ് ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് കാണുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ഒന്നുമില്ലാത്ത ടെക്സ്റ്റുകളൊന്നും ഇല്ലാത്ത പോസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് എടുത്തിരിക്കുന്ന മെരി ക്രിസ്മസ് എന്നുള്ള സാധനം ചെയ്തതിന് ശേഷം നമുക്ക് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഇതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളതിനെ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫയൽ നമുക്ക് കിട്ടും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. മെരി ക്രിസ്മസ് എന്നുള്ള രീതിയിൽ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ഓരോ സാധനമുണ്ട്. ടെക്സ്റ്റ് വെച്ച് ബൈ ഗ്രാഫ്സ് എന്ന് പറഞ്ഞ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബേസിക് ആയിട്ട് നമുക്ക് ഒരു പോസ്റ്റ് ചെയ്യാനായിട്ട് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കിയിരിക്കുന്നത് എന്താണ് ക്യാൻവ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് അതിനകത്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്യാൻവ ട്യൂട്ടോറിയൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇനി വരും ദിവസങ്ങളിൽ ഓരോ ടൂൾസും അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്താണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴത്തേക്കും ബൈ.